ഹലോ ഗൈസ്, സൈലന്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗിൽ PSVക്കെതിരെ ഒരു 7-1 ഒരു തകർപ്പൻ വിക്ടറി നേടിയതിന് ശേഷം നേരെ പ്രീമിയർ ലീഗിലേക്ക് നോക്കിയപ്പോൾ വീക്കെൻഡിൽ മത്സരം വരുന്നത് ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ. പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് ടേബിളിൽ ഫസ്റ്റ് ഹാഫിൽ പോലും ഇല്ലാത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ സമീപകാലത്ത് ഏറ്റവും ദയനീയമായ ഫോമിലൂടെ കടന്നു പോകുന്ന റൂബൻ അമോറിമിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഒരു വെടിച്ചിൽ വിജയം, ഒരു തകർപ്പൻ മെമ്മറബിൾ വിക്ടറി നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആഴ്സണൽ ഓൾഡ് ട്രാഫോർഡിലേക്ക് ചെല്ലുന്നത്. പക്ഷേ സത്യം എന്തെന്ന് വെച്ചാൽ തടി കഴിച്ചിലായി എന്നാണ് മത്സരം കഴിയുമ്പോൾ പറയാൻ കഴിയുള്ളൂ. കാരണം 1-1 ഒരു ഡ്രോ ആയിട്ട് ഒരു ലക്കി എസ്കേപ്പായിട്ടാണ് ആഴ്സണൽ ഓൾഡ് ട്രാഫോർഡിൽ നിന്ന് തിരിച്ച് നോർത്ത് ലണ്ടനിലേക്ക് പോയത്. ശരിക്കും യുണൈറ്റഡ് ഈ ഒരു മത്സരത്തിൽ വളരെ അൺലക്കി ആയിരുന്നു. മത്സരം അവസാനിക്കുന്ന നിമിഷങ്ങൾ വരെ വളരെ അൺലക്കി ആയിരുന്നു യുണൈറ്റഡ്. അല്ലെങ്കിൽ ഒരു 2, 3, 4 ഗോളിൻ്റെ വേരിയേഷന് ശരിക്കും ആഴ്സണലിനെ ഓൾഡ് ട്രാഫോർഡിൽ നാണം കെടുത്തി വിടാനുള്ള ഒരു പെർഫെക്റ്റ് സിനാരിയോ ആയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മിസ്സാക്കി കളഞ്ഞത്. സോ ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലൈനപ്പിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല രണ്ട് ടീമുകളുടെ കാര്യത്തിലും. യുണൈറ്റഡ് 3-4-3 ലൈനപ്പിലും ആഴ്സണൽ നമ്മുടെ സ്ഥിരം 4-3-3 ഫോർമേഷനിലാണ് മത്സരത്തിന് ഇറങ്ങിയത്. ഗബ്രിയേൽ മാർട്ടിനെല്ലി ബെഞ്ചിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി മത്സരം തുടങ്ങുന്നു പതിവ് പോലെ ഡോമിനേഷനും പൊസിഷനും എല്ലാം ആഴ്സണലിൻ്റെ കളികളിൽ തന്നെയായിരുന്നു. യുണൈറ്റഡ് ബോക്സിലേക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് അറ്റാക്കിംഗ് എല്ലാം ആഴ്സണലിൻ്റെ വകയായിരുന്നു. യുണൈറ്റഡിൻ്റെ കുറച്ചുകൂടി ഫസ്റ്റ് ഹാഫിൽ കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്ഷൻസാണ് ഏറെക്കുറെ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫ് മൊത്തം. പക്ഷേ ആഴ്സണലിന് സ്ഥിരം ഉള്ള പോലെ ആ ഗോൾ കണ്ടെത്തായ്മ ഒരു പ്രശ്നമായി തന്നെ ഈ ഒരു മത്സരത്തിലും തുടർന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്സണലിൻ്റെ മിഡ്ഫീൽഡ് നന്നായി തന്നെ ബോക്സിലേക്ക് അറ്റാക്കിംഗ് ത്രെറ്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ക്യാപ്റ്റനായ മാർട്ടിൻ ഒഡഗാർഡ് കുറേ കാലങ്ങൾക്ക് ശേഷം പ്രീമിയർ ലീഗിൽ നല്ലൊരു ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് തന്നെ ഓൾഡ് ട്രാഫോർഡിൽ കാഴ്ചവെച്ചു. അതുപോലെ ഡെക്ലാൻ റൈസ് ആണെങ്കിലും അറ്റാക്കിംഗ് ബോക്സിനകത്തേക്ക് നല്ലൊരു പ്രസൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ജൂലിയൻ ടിംബർ റൈറ്റ് വിങ്ങിൽ ഓവർലാപ്പ് ചെയ്ത് അറ്റാക്സ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതേപോലെ ലെഫ്റ്റ് വിങ്ങിൽ കലഫ്യൂറി ഹാഫ് സ്പേസസിലേക്ക് ഇൻവേർട്ട് ചെയ്ത് ത്രെറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കാര്യമായ ക്ലിയർ കട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഹാഫിൽ ആഴ്സണലിന് കഴിഞ്ഞിരുന്നില്ല. ആൻഡ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ഒരു യുണൈറ്റഡ് അറ്റാക്ക്, ഗർനാച്ചോ നയിച്ചിരുന്ന അറ്റാക്ക് ബോക്സിന് തൊട്ട് വെളിയിൽ വെച്ച് ട്രൊസാർഡ് ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു ഗർനാച്ചോനെ. അവിടെ 46-ാമത്തെ മിനിറ്റിൽ ഫ്രീ കിക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം വരെയാണ്. ഫ്രീ കിക്ക് എടുത്ത് ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റൻ. ബ്രൂണോയ്ക്ക് പഴിച്ചില്ല, ഡേവിഡ് റായ ബീറ്റനായി അവിടെ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന മിനിറ്റ്സിൽ യുണൈറ്റഡ് ലീഡ് എടുത്തു ഓൾഡ് ട്രാഫോർഡിൽ എന്നുള്ളതാണ്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ 74-ാമത്തെ മിനിറ്റിലാണ് ഡെക്ലാൻ റൈസ് ആഴ്സണലിനോട് ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തിയത്. റൈറ്റ് വിങ്ങിൽ നിന്നും ബോക്സിലേക്ക് കയറിയ ജൂലിയൻ ടിംബർ രണ്ട് യുണൈറ്റഡ് പ്ലേയേഴ്സിനെ ഒഴിഞ്ഞു മാറി എഡ്ജിൽ കാത്തു നിന്നിരുന്ന ഡെക്ലാൻ റൈസിന് പന്ത് വെച്ച് കൊടുക്കുകയായിരുന്നു. ബോക്സിനകത്തേക്ക് ഓടിക്കേറിയ ഡെക്ലാൻ റൈസ് മറ്റൊന്നും ചിന്തിക്കാതെ ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുകയായിരുന്നു. അവിടെ അങ്ങനെ ആൻഡ്രെ ഒനാന ബീറ്റൺ ആവുകയായിരുന്നു. സോ അങ്ങനെ സ്കോർ ലൈൻ 1-1 ഇതിലാണ് മത്സരം അവസാനിച്ചത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ശരിക്കും ആഴ്സണൽ നാണം കെട്ട റിസൾട്ടിലേക്ക് വീഴേണ്ടതായിരുന്നു. അവിടെ ആഴ്സണലിനെ സേവ് ചെയ്ത് നിർത്തിയത് ഡേവിഡ് റായ എന്ന കാവൽമാലാകയാണ്. കിഡിലൻ സേവുകൾ. അതിന് കളിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് ബ്രൂണോ ഫെർണാണ്ടസിനെതിരെ ഒരു ഡബിൾ സേവാണ്. ആദ്യമേ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പെനാൽറ്റി സ്പോട്ടിൽ നിന്നും ആ ഏരിയയിൽ നിന്നും എടുക്കുന്ന ഒരു ഷോട്ട് തടഞ്ഞതിന് ശേഷം ആ പന്ത് തട്ടി ഗോൾ ലൈനിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എഗെയിൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ ആ പന്ത് ക്ലിയർ ചെയ്ത് കളിയാണ് ചെയ്യുന്നത്. അവിടെ ഹോലൻഡ് വരുന്നതിന് മുമ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയ ഹോലൻഡ് ആ പന്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ക്ലിയർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മസ്റോയുടെ ഒരു ക്ലിയർ കട്ട് ചാൻസ് എന്നൊക്കെ പറയില്ലേ, അത് ഡേവിഡ് റായോടെ സേവ് ചെയ്ത് വിടുന്നുണ്ട്. അതേപോലെ സെർക്സിക്ക് കിട്ടുന്ന ഒരു ബാക്ക് ഹീൽ ചാൻസ് അവിടെ ഡേവിഡ് റായ സേവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡെക്ലാൻ റൈസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഡെക്ലാൻ റൈസ് ഒരു ഡിഫൻസീവ് ലൈനിൽ ആഴ്സണലിന് പറ്റിയൊരു മിസ്റ്റേക്കിൽ നിന്നും ഹോലൻഡിൻ്റെ ഒരു ഈസി ചാൻസ്, ഗോൾ കീപ്പർ മാത്രം മുമ്പിൽ നിൽക്കുന്നൊരു അവസരം കിട്ടി. പക്ഷേ പിറകിൽ നിന്ന് ഡെക്ലാൻ റൈസിൻ്റെ കാൽക്കുലേറ്റഡ് ടാക്കിളിൽ ആ പന്ത് അവിടെ ഹോലൻഡിന് മിസ്സാവുന്നുണ്ട്. അതേപോലെ ഹോലൻഡിന് പിന്നെ അവസരം കിട്ടിയതാണ്. പക്ഷേ അവിടെ ഗബ്രിയേൽ കൊടുക്കുന്ന പ്രഷറിൽ ആ ഒരു ബോൾ കൺവേർട്ട് ചെയ്യാൻ ഹോലൻഡിന് കഴിയുന്നില്ല. അങ്ങനെ 5-ലധികം ക്ലിയർ കട്ട് ചാൻസസ് യുണൈറ്റഡിന് കിട്ടിയതാണ്. പക്ഷേ യുണൈറ്റഡിന് അതൊന്നുപോലും മുതലാക്കാൻ കഴിഞ്ഞില്ല. ദേ വർ വെരി അൺലൈക്ക് ഇൻ ദിസ് മാച്ച് എന്നുള്ളതാണ്. യുണൈറ്റഡിൻ്റെ ഈ ഒരു മത്സരത്തിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ എന്ന് പറയുന്നത് ഗർനാച്ചോ ആയിരുന്നു. റൈറ്റ് വിങ്ങിൽ ഗർനാച്ചോൻ്റെ റൺസ് ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിലായാലും ആഴ്സണലിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരുന്നത്. ആ റണ്ണും അതിനൊതുങ്ങുന്ന രീതിയിലുള്ള ക്രോസുകളും ഒരുപാട് ഡേഞ്ചർ സിറ്റുവേഷൻസിലേക്ക് പോയതുമാണ്. പക്ഷേ ആഴ്സണൽ ഡിഫൻസും ഗോൾ കീപ്പറും അത്യാവശ്യം അത് തടഞ്ഞു നിർത്തുകയായിരുന്നു. ആൻഡ് മിഡ്ഫീൽഡ് ബാറ്റിൽ
ഫസ്റ്റ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ ആർസണൽ ക്ലിയർ ഡോമിനേഷൻ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അത്ര ആ ഡോമിനേഷൻ റിപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ആർസണലിന് കഴിഞ്ഞില്ല. എസ്പെഷ്യലി ക്യാപ്റ്റനായ മാർട്ടിൻ ഒഡഗാർഡിൻ്റെ പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിലെ പോലെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു എന്ന് തോന്നിച്ചില്ല. സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ് കുറച്ചും കൂടി ഉയരേണ്ടതായിരുന്നു എന്ന് തോന്നിയായിരുന്നു. ആൻഡ് വിങ്സിൽ ഈതൻ ന്യൂനറിക്ക് കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പക്ഷേ ഗബ്രിയേൽ മാർട്ടിനെല്ലി സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നതിന് ശേഷം നല്ല ഷോട്ടുകളും നല്ല അറ്റാക്കിംഗ് ത്രെറ്റ്സും കുറച്ച് ആ റൈറ്റ് വിങ്ങിൽ കൂടിയതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയായിരുന്നു. അതുപോലെ യുണൈറ്റഡ് കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ 3-man ഡിഫൻസിൽ ലെനിയോറോ, 3-man ഡിഫൻസിൽ ഡിലൈറ്റ്, ലിൻഡലോഫ്, ലെനിയോറോ എന്നീ 3 players ആയിരുന്നു സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് ലെനിയോറോ ഹാഫ് ടൈം ഇഞ്ചുറിക്ക് ശേഷം ഒരു ഇഞ്ചുറി കൺസേൺ കാരണം ഹാഫ് ടൈമിൽ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമായിരുന്നു. പകരം എയ്ഡൻ ഹെവനെയാണ് റൂബൻ അമോറിം ഇറക്കി വിട്ടിരുന്നത്. സോ ആ ഒരു പ്ലെയർ യുണൈറ്റഡ് ഡിഫൻസിൽ കാര്യമായ ഇമ്പാക്റ്റ് തന്നെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലൂടെ പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ടോട്ടലി പറയുകയാണെങ്കിൽ 2 ടീമുകൾക്കും ഗോൾ അടിക്കാൻ കഴിയാഞ്ഞത് ഈ മത്സരത്തിലെ സ്കോർ ലൈൻ ഉയരുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തി എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം എന്ന് പറയുന്നത് യുണൈറ്റഡിന് തന്നെയാണ്. കാര്യമായ ബോൾ പൊസിഷനോ ഡോമിനേഷനോ ഉണ്ടായിരുന്നില്ലെങ്കിലും ക്ലിയർ കട്ട് ചാൻസസ്, നേരത്തെ പറഞ്ഞാൽ 5ഓളം ക്ലിയർ കട്ട് ചാൻസസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടും അത് ഗോളാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, മുതലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. താങ്ക്സ് ടു ഡേവിഡ് റായ മോസ്റ്റ്ലി. ആൻഡ് അതേപോലെ ഡെക്ലാൻ റൈസിൻ്റെയും ടിംബറിൻ്റെയും ഗബ്രിയേലിൻ്റെ എല്ലാം പെർഫോമൻസ് ആർസണലിന് ഈ ഒരു മത്സരത്തിൽ ഒരു നാണക്കേടിലേക്ക്, ഒരു മെമ്മറബിൾ വിജയം നേടാൻ വേണ്ടി ഓൾഡ് ട്രാഫോർഡിലേക്ക് വന്നിട്ട് ഒരു മെമ്മറബിൾ നാണക്കേടിൽ നിന്ന് ഒഴിവായി പോയത് ഈ പ്ലേയേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് കാരണമാണ് കൂടുതലായിട്ട് പറയുന്നത്. ഡേവിഡ് റായയുടെ കാര്യം തന്നെയാണ്. കാരണം ആ ഒരു ഫസ്റ്റ് ഹാഫിലെ അവസാനത്തേക്ക് ആ ഒരു ഫ്രീ കിക്ക് മേ ബി ഡേവിഡ് റായയ്ക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് സേവ് ചെയ്യാൻ പറ്റിയേനെ എന്നൊക്കെ തോന്നിയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ആ ഒരു പ്ലെയറിൻ്റെ പെർഫോമൻസ് വളരെ റിഡീമിംഗ് ആയിരുന്നു. വളരെ എന്താ പറയുക, മാച്ച് സേവിങ് ഗോൾസ് എന്നൊക്കെ പറയില്ല, അതേപോലുള്ള ഗോളുകൾ നേടുന്നതിന് സമാനമായിട്ടുള്ള സേവുകളായിരുന്നു പ്ലെയറിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. നമുക്ക് ഈ ഒരു മത്സരം ഡ്രോ ആയതോടുകൂടി ആർസണലിൻ്റെ ടൈറ്റിൽ ഹോപ്സ് അവസാനിച്ചു എന്നല്ല, ടൈറ്റിൽ ഹോപ്സ് നേരത്തെ അവസാനിച്ചതാണ് ഏറെക്കുറെ. ഇപ്പം ലിവർപൂളായിട്ട് 15 പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്. ലിവർപൂൾ ഒരു മത്സരം കൂടുതൽ കളിച്ചിട്ടുണ്ട്. സോ 2ാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. ഇനി യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 14ാം സ്ഥാനത്ത് 34 പോയിൻ്റായിട്ട് 14ാം സ്ഥാനത്താണ് റൂബൻ അമോറിമിൻ്റെ ടീം നിൽക്കുന്നത്. റെലഗേഷൻ സോണിൽ നിന്ന് 17 പോയിൻറ്റിൻ്റെ വേരിയേഷനാണ് അവർക്കുള്ളത്. ആർസണലിന് ലിവർപൂളായിട്ട് 15 പോയിൻറ്റിൻ്റെ ആണെങ്കിൽ യുണൈറ്റഡിന് റെലഗേഷൻ സോണിൽ നിന്ന് 17 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് നിൽക്കുന്നത്. സോ ഈ ഒരു റിസൾട്ട് കൊണ്ട് 2 ടീമുകൾക്കും കാര്യമായി വലിയ ഗുണമുണ്ടായെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ലിവർപൂൾ ഫാൻസ് അത്യാവശ്യം ഹാപ്പി ആയിരിക്കും. ഇനി എന്തായാലും ആർസണലിൻ്റെ അടുത്ത മത്സരം വരുന്നത് PSVക്കെതിരെ ചാമ്പ്യൻസ് ലീഗിൽ റിട്ടേൺ ഗെയിമാണ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. യുണൈറ്റഡിനാണെങ്കിൽ റിയൽ സോസിഡാഡിനെതിരെ യൂറോപ്പ ലീഗിലെ ഹോം മാച്ച് ഓൾഡ് ട്രാഫോർഡിൽ വെച്ചാണ് മത്സരം വരുന്നത്. സോ എനിവേ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ലീഗിൽ ഇനി കാര്യമായിട്ട് എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പെർഫോമൻസിനോട് ശേഷം എഗെയിൻ ആ ഒരു സ്ട്രൈക്കറിൻ്റെ അൺഅവൈലബിലിറ്റി, ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം എഗെയിൻ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ് ഇവിടെ. പല ഫാൻസും ആർട്ടറ്റയെ സാക്ക് ചെയ്യണമെന്നുള്ള ഒച്ചപ്പാടുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ ഈ ഒരു സീസണിലേക്ക് വിത്തൗട്ട് എ സ്ട്രൈക്കർ ആ ഒരു കോച്ചിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആഫ്റ്റർ ഓൾ ഒരു പ്ലാൻ ബി സക്സസ്ഫുള്ളായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കോച്ചിന് കഴിഞ്ഞില്ല എന്നുള്ള സത്യം തന്നെ സീസണിൻ്റെ ഫസ്റ്റ് ഹാഫിൽ. ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് ഇനി ഇത്രയും ഇഞ്ചുറി കൺസേൺസ് ഉള്ള സമയത്ത് ഒരു സ്ട്രൈക്കറും കൂടി ഇല്ലാതെ ആർട്ടറ്റയ്ക്ക് ഇനി എന്തെങ്കിലും ഈ ഒരു സീസണിലേക്ക് കാണിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. ആൻഡ് ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു 5 മത്സരങ്ങൾ വിജയിക്കുകയും 1 മത്സരം ഡ്രോ ആവുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രീമിയർ ലീഗ് ഉറപ്പിക്കും എന്നൊരു സാഹചര്യത്തിലാണ്. സോ ഇനി അല്ലെങ്കിൽ അത്രയും വലിയ അത്ഭുതമൊക്കെ സംഭവിക്കണം ആർട്ടറ്റയ്ക്കും സംഘത്തിനും ഇനി ലിവർപൂളിനെ ഓവർകം ചെയ്യാൻ. അതിൽ വലിയ എക്സ്പെക്റ്റേഷനൊന്നുമില്ല. സോ ഇനി എന്തായാലും ആർസണലിന് ഫുൾ ഓൺ ചാമ്പ്യൻസ് ലീഗിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഫണ്ണി ജോക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാമെന്നുള്ളത് മാത്രമാണ്. സോ എനിവേ ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.